കൃഷ്ണൻകുട്ടിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്നലത്തെ ഈ അപകടത്തിൽ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് KSEBയുടെ പ്രാഥമിക വിലയിരുത്തൽ എന്താണ്? ഇനി തുടർ നടപടികൾ എന്തായിരിക്കും? ഞാൻ പ്രാഥമിക വിലയിരുത്തൽ ഇന്നലെ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു പറഞ്ഞു. ഇനി വീണ്ടും വേണം. അതിനുശേഷം എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായിട്ട് KSEBയുടെ ചീഫ് സേഫ്റ്റി കമ്മീഷണറെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയും പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 വിങ്ങിനെ ആ ചുമതലപ്പെടുത്തിയിട്ട് കൃത്യമായി ആർക്കാ വീഴ്ച സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ വീഴ്ച സംഭവിച്ചു പറഞ്ഞ് ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റിപ്പോർട്ടിൽ എന്താണോ ആർക്ക് വീഴ്ച പറ്റിയ അതിനെതിരായ നടപടി ഉണ്ടാവും. ഈ സാധാരണഗതിയിൽ ഒരു വിദ്യാലയത്തിന് മുകളിലൂടെ പോകേണ്ട രീതിയിലല്ല ലൈൻ പോയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പുതുതായി കെട്ടിടം നിർമ്മിക്കാനും പാടില്ല. രണ്ടും ഉണ്ട്. അതിൽ നിർമ്മിച്ചാൽ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം, ഇതൊക്കെ വേണം. അതൊന്നും കിട്ടിയാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ലൈൻ മാറ്റാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരോട് സമ്മതിച്ചിട്ടില്ല സ്കൂൾ അധികൃതർ. അപ്പോൾ ഒരു ബോർഡ് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് അവിടെ കവേർഡ് കണ്ടക്ടർ ഇട്ടുകൊണ്ട് ആ ലൈനിൽ ഒരു കട്ട് ചെയ്തിട്ട് ഇന്നും നാളെയായിട്ട് അതിൻ്റെ പണി കഴിയും. അങ്ങനെ അവർക്കൊരു അപകടമില്ലാതെ കഴിക്കാനുള്ളത് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഇങ്ങനെയുള്ള അപകടം അടിച്ച സ്ഥലങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന് കൂടി, അതായത് സ്കൂൾ അധികൃതർ കൂടി വീഴ്ച വന്നു എന്നാണ്? ഇല്ല, വിദ്യാഭ്യാസ വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ 2 ഏജൻസിയും കൂടി അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിച്ചിട്ട് എല്ലാവരുടെയും കൂടി ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷമല്ലേ ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ. ഇത് കുറേ കൊല്ലങ്ങളായി ആരൊക്കെ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയണമല്ലോ. അതോടൊപ്പം തന്നെ ഈ കേബിളാക്കി മാറ്റുക, ഈ കവർ ചെയ്യുക എന്നുള്ള നടപടിക്രമം അത് പലപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലമ്പൂരിൽ വഴിക്കടവിലൊരു കുട്ടി മരിച്ചത്, ഈ ഷോക്കേറ്റ് മരിച്ചതും അവിടെയും ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള വലിയ ചിലവാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ കണക്ഷനൊക്കെ നടത്തിയിട്ടും ഇത്ര 6,489 കിലോമീറ്റർ LT ലൈനും 6,890 11 kV ലൈനും 14,342 കിലോമീറ്റർ LT സിംഗിൾ ഫേസ് ലൈനും 3 ഫേസ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ 32.94 ലക്ഷം സർവീസ് കണക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്തതാണ്. പവർ കട്ടില്ലാണ്ടൊക്കെ കൊണ്ടുപോയതാണ്. അതിൻ്റെ ഒരു ഓവർലോഡ് ജീവനക്കാർക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം പറയാണ്. ഇപ്പോൾ ഈ കേബിൾ ഇതിന് വെച്ചാൽ ഭാരിച്ച ചിലവാണ്. ഭാരിച്ച ചിലവ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ചിലവ് ചെയ്യുമ്പോൾ 5 പൈസ വർദ്ധിപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾ തന്നെ വലിയ പ്രചരണം കൊടുക്കും. ഈ കേബിൾ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഈ പ്രത്യേകം ഏതെങ്കിലും സ്ഥലത്തിൽ അങ്ങനെ സ്കൂളുകളോട് സമീപം അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ തന്നെ നോക്കാം. അങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും തക്കതായ നടപടി ഉണ്ടാവും. ഇപ്പോൾ ഈ മന്ത്രി ചെലവിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ ചെലവില്ലാത്ത വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ചിലയിടത്തും നടക്കാത്തതുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിലൂടെ തന്നെ ഈ വലിയ ഇത് പോകുന്നുണ്ട്. അവിടെ ഈ 3 കമ്പികൾ ജോയിൻ ചെയ്യുന്ന ഒറ്റ കണക്ടർ ഉണ്ടല്ലോ, ഒന്നിച്ചിതാക്കുന്നത് സ്പേസർ. ആ സ്പേസർ പോലും സ്ഥാപിക്കുന്നില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥരോട് വിളിക്കുമ്പോൾ KSEB ഉദ്യോഗസ്ഥർ പറയുന്നത് അത് ഇവിടെ ഇല്ല, വന്നതിന് ശേഷം വെക്കാന്നുള്ളതാണ്. അല്ല, അത് നിർദ്ദേശം കൊടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിർദ്ദേശം കൊടുക്കുക. ഈ അപകടം വരുന്ന സാധ്യതയുള്ളതൊക്കെ അത് സ്പേസർ ഇട്ടത് തന്നെ എൻ്റെ കണക്കുണ്ട്. എൻ്റെ ഈ സ്പേസറുകൾ നമ്മൾ എത്തിക്കാൻ ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ ഈ കൊണ്ടോട്ടിയിൽ മറ്റൊരാൾ അപകടത്തിൽ മരിച്ചിരുന്നു, ഷോക്കേറ്റ് മരിച്ചിരുന്നു. അവർക്ക് ഏറ്റവും സേഫ്റ്റി ഉള്ള ഇലക്ട്രിക്കൽ സെക്ഷനുള്ള അവാർഡ് കിട്ടിയ ഒരു സ്ഥലത്താണ് അത്തരം അപകടങ്ങൾ നടന്നത്. പക്ഷേ പ്രകൃതി ദുരന്തം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കത് തടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതെങ്ങനെ വന്നിട്ടാണല്ലോ അത് മരം വീണത്. ആ മരം വീണത് അബദ്ധമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അപകടം തന്നെ നിങ്ങൾ നോക്കിയാൽ 2011 285
ആണ് അപകടം. 2011 277, 2014-15 301, 2015-16 287. ഇപ്പോൾ എത്ര അറിയോ? 2022 209, 205, 240. അത്രയും കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും കണക്ഷൻ കൂടിയിട്ടും ലൈൻ കൂടിയിട്ടും. കൊണ്ടോട്ടിയിൽ അവര് ഈ KCB ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും വന്നില്ല എന്നുള്ളതാണ് പരാതി. ഇല്ല, അത് വരാതിരിക്കില്ല. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താ നോക്കാം. പക്ഷെ അതങ്ങനെ വരാതിരിക്കില്ല. അവർ അതിനേക്കാളും ഹെവി വർക്കിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അവരിൻ്റെ അത്രയും മനുഷ്യന്മാർ രാത്രിയും പകലും അവരിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും ഈ അന്വേഷണം, സ്കൂളുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടികളിലേക്ക് കടക്കും. തീർച്ചയായിട്ടും കിട്ടിയ ഉടനെ നടക്കുക. എന്തായാലും പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം നടത്തുന്നുണ്ടല്ലോ. അത് മൂന്നും കൂടിയുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ആരാ കുറ്റക്കാരെന്ന് ക്ലിയറായിട്ട് അറിയും. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് വൈദ്യുതി മന്ത്രി ഉറപ്പ് നൽകുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.